വിചാരധാര 4. വിലപ്പെട്ടതാണ് ഈ ജീവിതം. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഒരൊഴുക്കാണ്. നമ്മുടെ നിയന്ത്രണത്തിലുള്ളതും അല്ലാത്തതുമായുള്ള ഒരൊഴുക്ക്. അതായത് നമ്മുടെ പ്രവൃത്തികളിൽ ചിലത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതും എന്നാൽ അധികവും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തതുമാണ് എന്നർത്ഥം. ചിന്തകളിലൂടെയാണല്ലോ പ്രവൃത്തി ഉണ്ടാകുന്നത്. എന്നാൽ അധികം ചിന്തകളുടെയും പിന്നിൽ പ്രേരണയുണ്ടാകും. അധികവും പുറമേ നിന്നുള്ള പ്രേരണകളായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പല പ്രവൃത്തികളും നിയന്ത്രണ വിധേയമല്ലാതെയാകുന്നത്. ജീവിതമാകുന്ന ഒഴുക്കിൽ ജീവനുള്ളതും ചത്തതുമായ മത്സ്യങ്ങളുണ്ടാവും. ജീവനുള്ളവ നമുക്കോ മറ്റുള്ളവർക്കോ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നവയായിരിക്കും. എന്നാൽ ചത്ത മീനുകൾ നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും ദോഷം ചെയ്യുന്നതാകാനാണ് സാധ്യത. അപ്പോൾ പ്രേരണയിലൂടെ ചിന്തകൾ, ചിന്തകളിലൂടെ പ്രവൃത്തി നല്ലതും തീയതുമാകാം. ഇതാണ് ചുരുക്കം. പ്രേരണകളിലധികവും ബാഹ്യമാണ് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആ ബാഹ്യപ്രേരണകൾ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും സ്വാധീനിക്കാതിരുന്നാൽ മതി, അല്ലേ? അതിനെന്ത് ചെയ്യണം? മനോനിയന്ത്രണം നേടിയെടുക്കുന്നതിന് എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം. കാരണം മനോനിയന്ത്രണമാണ് അതിനുള്ള ഏകമാർഗം. മുമ്പുള്ള എൻ്റെ പല പ്രഭാഷണങ്ങളിലും ഈ വിഷയം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ധ്യാനം, ജപം, പ്രാണായാമം, പ്രത്യാഹാരം തുടങ്ങിയവയാണ് മനോനിയന്ത്രണ ഉപാധികൾ. ഇവ നിരന്തരമായി പരിശീലിക്കുന്നവരെ ബാഹ്യപ്രേരണകൾ അലട്ടുകയില്ല എന്നത് പരീക്ഷിച്ചറിഞ്ഞ പ്രധാന തത്വമാണ്. ഇനി എന്തൊക്കെയായിരിക്കുമെന്ന് നോക്കാം. പലതും ഉപദേശ രൂപത്തിലായിരിക്കും നമ്മെ തേടിയെത്തുന്നത്. നമ്മുടെ അടുത്ത ബന്ധുക്കളോ ഉറ്റ സുഹൃത്തുക്കളോ ഗുരുക്കന്മാരോ ഒക്കെ നമ്മെ ഉപദേശിക്കാറുണ്ട്. ഇത്തരം ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചുമതലയുണ്ട്. അവയിൽ നല്ലതും ചീത്തയും അരിച്ചെടുത്തേ തലയിലേറ്റാവൂ എന്നതാണ് ആ ചുമതല. ഉപദേശിക്കുന്നത് ആരാണെന്നല്ല നോക്കേണ്ടത്, ആ ഉപദേശങ്ങളുടെ നിറമെന്താണ്, അവയിൽ കഴമ്പുണ്ടോ, സത്യത്തിൻ്റെ അംശമെങ്കിലുമുണ്ടോ എന്നതാണ് നോക്കേണ്ടത്. ഉപദേശമല്ലാതെ മറ്റൊരു തരം ബാഹ്യപ്രേരണയുണ്ട്, കുറ്റപ്പെടുത്തൽ. ഇത് നാം നിരന്തരം നേരിടുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ഉറ്റ ബന്ധുക്കളിൽ നിന്നാണ് കൂടുതലായി നേരിടേണ്ടി വരുന്നത്. അച്ഛനമ്മമാർ, മക്കൾ, മരുമക്കൾ, ഭർത്താവ്, ഭാര്യ എന്നിവരിൽ നിന്നൊക്കെ. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒന്ന് മാത്രമാണ്: കുറ്റപ്പെടുത്തലിൻ്റെ തെറ്റും ശരിയും നാം തിരിച്ചറിയുക. തെറ്റാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ തിരുത്തുക, ശരിയാണെങ്കിൽ വകവയ്ക്കാതിരിക്കുക. നമ്മുടെ എല്ലാം കഴിവുകൾക്ക് ഒരതിരുണ്ട്. ബുദ്ധിമാനാണെങ്കിലും അല്ലെങ്കിലും ആ കഴിവുകൾ അവരിന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് സാത്വിക ബുദ്ധി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കഴിവനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുക. അത് അവരൻ അംഗീകരിക്കാതിരിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ചിന്താഗതി, നമ്മുടെ ധർമ്മം. എൻ്റെ അഭിപ്രായത്തിൽ നാം ഒരിക്കലും നിരുത്സാഹപ്പെടാതിരിക്കുക. അതാണ് പ്രധാനം. പല മേഖലകളിൽ വിരാജിക്കുന്നവരുണ്ട്. പ്രസിദ്ധി നേടിയവരുണ്ട്, അപ്രസക്തരായവരുണ്ട്. എങ്ങനെയാണ് ചിലർ പ്രസിദ്ധരായത്? അവരൊക്കെ ഈ തത്വം മനസ്സിലാക്കിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ച ഓരോരുത്തർക്കും ഓരോ ജന്മോദ്ദേശമുണ്ട് എന്ന് ഉപനിഷത്തുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഉദ്ധരേതാത്മനാത്മാനം സാത്മാനം അവതാതേയത് എന്ന ഗീതയിൽ പറയുന്നുണ്ട്. നമ്മുടെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ഉദ്ധരിക്കണം. അതിനെ ഒരിക്കലും സ്വയം തളർത്തരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജന്മോദ്ദേശം യാഥാർത്ഥ്യമാകുവാൻ ഇത് മാത്രം മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വിലപ്പെട്ടതാണ് ഈ ജീവിതം. അതിനെ തച്ചുടച്ച് കളയരുത്.
അത്രമാത്രം.